ഐതിഹ്യമാല അധ്യായം 52. ചേരനല്ലൂർ കുഞ്ചു കർത്താവ്. ചേരനല്ലൂർ കർത്താവിന്റെ ഭവനം ഇപ്പോൾ കൊച്ചി സംസ്ഥാനത്ത് കണയന്നൂർ താലൂക്കിൽ ചേരനല്ലൂർ ദേശത്താണ്. ഇടപ്പള്ളി തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് 2 നാഴിക വടക്കുമാറിയാണ് ഈ ഭവനം. ഇവരെ സാധാരണയായി പറഞ്ഞു വരുന്നത് ചേരനല്ലൂർ കർത്താവ് എന്നാണെങ്കിലും ഇവരുടെ കുടുംബത്തേക്കുള്ള സ്ഥാനപ്പേര് കുന്നത്ത് രാമകുമാരക്കൈമൾ എന്നാണ്. പണ്ടിവരുടെ തറവാട്ട് വരാപ്പുഴയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ഥാനപ്പേര് പടിഞ്ഞാറ്റെടുത്ത് പടനായർ എന്നായിരുന്നു. ഇവരുടെ തറവാട്ടേക്ക് കൊച്ചി രാജാവിന്റെ പടനായക സ്ഥാനം ഉണ്ടായിരുന്നതിനാല് ഈ സ്ഥാനപ്പേര് സിദ്ധിച്ചതെന്നും ഒരു കേൾവിയുണ്ട്. ഇവർക്ക് വാരപ്പുഴ ചില പുരയിടങ്ങളും മറ്റു അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അതിനാൽ ഈ കേൾവി കേവലം അടിസ്ഥാനരഹിതമാണെന്ന് തോന്നുന്നില്ല. എറണാകുളം ജില്ലയ്ക്കിപ്പോൾ അഞ്ചിക്കൈമൾ ജില്ല എന്നാണല്ലോ പേര് പറഞ്ഞു വരുന്നത്. ഈ സ്ഥലം 5 കൈമൾമാരുടെ വകയായിരുന്നു. അതിനാലാണ് ആ ജില്ലയ്ക്ക് ഈ പേര് സിദ്ധിച്ചത്. ആ കൈമൾമാർ അന്യം നിന്ന് പോയപ്പോൾ അതിലൊരു കുടുംബം പടിഞ്ഞാറ്റെടുത്ത് പടനായരുടെ തറവാട്ടേക്ക് ഒതുങ്ങി. അതിനാൽ എറണാകുളത്ത് ഇവരുടെ സ്ഥാനപ്പേര് ചെറുകാട്ട് ഇരവക്കൈമൾ എന്നായി തീർന്നു. ഈ വക സംഗതികളെല്ലാം കൊണ്ടും മുമ്പ് ഇവരുടെ സ്ഥാനപ്പേര് കൈമൾ എന്നായിരുന്നുവെന്നും കർത്താവെന്നുള്ള സ്ഥാനം പിന്നീടുണ്ടായതാണെന്നും വിചാരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവെന്നും കൈമളെന്നും പണിക്കരെന്നും കുറുപ്പെന്നും മറ്റുമുള്ള സ്ഥാനങ്ങൾ രാജാക്കന്മാർ കൽപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ. ചേരനല്ലൂർ കർത്താവിന് പണ്ടുണ്ടായിരുന്ന കൈമൾ എന്ന സ്ഥാനം ഇടക്കാലത്ത് ഏതോ ഒരു രാജാവ് ഭേദപ്പെടുത്തി കർത്താവെന്നാക്കിയതായിരിക്കാം. മുകുന്ദപുരം താലൂക്കിലുള്ള കോടശ്ശേരി കർത്താവിനെ ചിലർ തമ്പാൻ എന്നും പറയുന്നുണ്ട്. അവിടെ ഒരു കവിതക്കാരൻ കർത്താവുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തെ കോടിശ്ശേരി കുഞ്ഞൻ തമ്പാൻ എന്നാണ് സാധാരണയായി പറഞ്ഞു വന്നിരുന്നത്. കോടശ്ശേരി കർത്താവിന്റെ കുടുംബത്തിലെ സ്ത്രീകളെ തമ്പായിമാർ എന്നാണ് പറയുന്നത്. എന്നാൽ ചേരനല്ലൂർ കർത്താവിന്റെ സ്ത്രീകളെ പറയുന്നത് കുഞ്ഞമ്മമാർ എന്നാണ്. ഇവരുടെ ഒരു ശാഖാ കുടുംബം തിരുവിതാംകൂറിൽ മൂവാറ്റുപുഴ താലൂക്കിൽ തൃക്കാരിയൂർ എന്ന ദേശത്തിലുണ്ട്. അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞമ്മമാർ എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. തിരുവിതാംകൂറിൽ വേറെയുള്ള കർത്താക്കന്മാരുടെ സ്ത്രീകളെയും പറഞ്ഞു വരുന്നത് കുഞ്ഞമ്മമാർ എന്ന് തന്നെയാണ്. തിരുവിതാംകൂർ കൈമൾ എന്ന സ്ഥാനപ്പേരായിരുന്ന ചില കുടുംബക്കാർ ഈയിടെ കർത്താവെന്ന പേര് വെച്ച് എഴുത്തുകുത്തുകൾ തുടങ്ങിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഈ പേരുമാറ്റം അവർ സ്വയമേവ ചെയ്തതാണ്, രാജകൽപ്പന പ്രകാരം മറ്റുമല്ല. മേൽപ്പറഞ്ഞ പ്രകാരം പല വിധത്തിലുള്ള സ്ഥാനമാനങ്ങളോടും കൂടി ചേരനല്ലൂർ കുന്നത്ത് കുടുംബത്തിൽ ജനിച്ച ആളാണ് നമ്മളുടെ കഥാനായകനായ കുഞ്ചു കർത്താവ്. ഇദ്ദേഹത്തിന്റെ ജനന മരണങ്ങൾ ഏതാണ്ടുകളിലാണെന്ന് കറക്റ്റ് അറിയില്ല. എങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നത് ഏകദേശം 200 കൊല്ലങ്ങൾക്ക് മുൻപായിരുന്നു എന്നുമുള്ളതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. കുഞ്ചു കർത്താവ് ചെറുപ്പത്തിൽ തന്നെ സ്വദേശം വിട്ടുപോയി. ഏതാനും കാലം പരദേശങ്ങളിൽ സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നു. ആ ദിക്കുകളിൽ നിന്ന് അദ്ദേഹം മന്ത്രവാദം, വൈദ്യം, പാട്ട്, വീണവായന, ഇന്ദ്രജാലം മുതലായവ പല വിദ്യകൾ, അങ്ങനെയുള്ള പല വിദ്യകളിൽ അനിതര സാധാരണമായ പാണ്ഡിത്യം സമ്പാദിച്ചതുകൊണ്ടാണ് സ്വദേശത്ത് തിരിച്ചെത്തിയത്. സ്വദേശത്ത് വന്നതിന് ശേഷവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വേഷഭൂഷാദികളെല്ലാം പരദേശീയം തന്നെയായിരുന്നു. കുഞ്ചു കർത്താവിന് പല വിദ്യകൾ അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹം അധികമായി പ്രയോഗിച്ചിരുന്നത് ഇന്ദ്രജാലമാണ്. അതിനാൽ ആ വിഷയത്തിലാണ് അദ്ദേഹം പ്രസിദ്ധിയുണ്ടായത്. അദ്ദേഹം ഹനുമാനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയിരുന്നതിനാൽ ഏതൊരു കാര്യം സാധിക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വിശേഷിച്ച് അദ്ദേഹം ചില കുട്ടിച്ചാത്തന്മാരെയും സേവിച്ച് വശംവദരാക്കിയിരുന്നു. കുഞ്ചു കർത്താവ് പരദേശത്തു നിന്നും മടങ്ങി വന്ന് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ മൂപ്പ് സ്ഥാനം ലഭിച്ചു. എങ്കിലും അദ്ദേഹം കുടുംബകാര്യങ്ങളിലൊന്നും അന്വേഷിച്ചിരുന്നില്ല. അവയെല്ലാം അനന്തരവരെ കൊണ്ട് നടത്തിയിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം മിക്കപ്പോഴും താമസിച്ചിരുന്നത് രാജസന്നിധിയിലാണ്. ചിലപ്പോൾ മാത്രമേ സ്വഗൃഹത്തിൽ താമസിച്ചിരുന്നുള്ളൂ. കൊച്ചി സംസ്ഥാനത്ത് വടതലപ്പുഴയ്ക്ക് വടക്കുള്ള നികുതി മുഴുവനും പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന് ചേരനല്ലൂർ കർത്താവിനെ കൽപ്പനപ്രകാരം അധികാരപ്പെടുത്തിയിരുന്നു. വളരെ കാലം അവർ ആ ജോലി ശരിയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആ ഏർപ്പാട് ഭേദപ്പെടുത്തിയത് 1074 ആണ്ടാണ്. ഒരാണ്ടിൽ നികുതി അടിച്ച് തീർക്കാതെ ഇരുന്നതിനാൽ സർക്കാരിൽ നിന്ന് കർത്താവിന്റെ അടുക്കൽ ആളെ അയച്ചു. അപ്പോൾ കുഞ്ചു കർത്താവ് ഗൃഹത്തിലുണ്ടായിരുന്നു. തറവാട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും നികുതി പിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുകയും മറ്റും ചെയ്തിരുന്ന അനന്തരവൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. അതിനാൽ കുഞ്ചു കർത്താവ് ആ വന്ന ആളോട്, അനന്തരവൻ ഇപ്പോൾ ഇവിടെയില്ല,
അയാൾ എന്തോ കാര്യമായി പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എൻ്റെ കൈവശം പണമൊന്നുമില്ല, അതിനാൽ നാളെ വരണം. അപ്പോഴേക്കും അനന്തരവൻ വരുമായിരിക്കും. അയാൾ വന്നില്ലെങ്കിലും നാളത്തേക്ക് പണമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വന്നയാൾ അത് കേട്ട് അപ്പോൾ മടങ്ങിപ്പോവുകയും അടുത്ത ദിവസം വീണ്ടും വരികയും ചെയ്തു. അന്നും കാര്യാന്വേഷണക്കാരനായ അനന്തരവൻ കർത്താവ് വന്നിട്ടില്ലായിരുന്നു. എങ്കിലും താൻ പറഞ്ഞിരുന്നതുപോലെ ചെയ്യാതിരിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് കുഞ്ചു കർത്താവ് അകത്തുനിന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്ന് തുറന്ന് സർക്കാരിലേക്ക് ചെലവിനുണ്ടായിരുന്ന സംഖ്യ മുഴുവനും അതിൽ നിന്ന് എണ്ണിക്കൊടുത്തു. അത് മുഴുവനും അക്കാലത്ത് കൊച്ചി രാജ്യത്ത് നടപ്പുണ്ടായിരുന്ന ഇരട്ടിപ്പുറത്തായിരുന്നു. മുഴുവനും എണ്ണിക്കഴിഞ്ഞപ്പോൾ പുത്തനെക്കുറിച്ച് വല്ല സംശയവും ഉണ്ടെങ്കിൽ വെട്ടിമുറിച്ചോ ഉരുക്കിയോ നോക്കിക്കൊള്ളണം എന്ന് കുഞ്ചിക്കർത്താവ് പറഞ്ഞു. വന്നിരുന്ന ആൾ വേണ്ടുന്ന പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ല പുത്തൻ തന്നെയാണ്, സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുത്തനെല്ലാം വാരിക്കെട്ടിക്കൊണ്ടുപോയി. അയാൾ പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അനന്തരവൻ കർത്താവ് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് നികുതി വക പണത്തിന് സർക്കാരിൽ നിന്ന് ആളെ അയച്ചിരുന്നുവെന്നും താൻ പണമുണ്ടാക്കി കൊടുത്തയച്ചുവെന്നും കുഞ്ചുകുത്ത് കർത്താവ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അനന്തരവൻ കർത്താവ് വല്ലാതെ ഭയപ്പെട്ടു. കാരണം അവരുടെ കൈവശം പണമുണ്ടായിരുന്നില്ലെന്ന് അനന്തരവന് അറിയാമായിരുന്നു. പിന്നെ പണമുണ്ടാക്കി കൊടുത്തയച്ചത് ഇന്ദ്രജാലം കൊണ്ടായിരിക്കണമല്ലോ. അതിനാൽ അനന്തര കർത്താവ് അയ്യോ ഇത് വേണ്ടായിരുന്നു, സർക്കാരിനെ വഞ്ചിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് മാത്രമല്ല സംഗതി വെളിപ്പെടുമ്പോൾ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടതായും വന്നേക്കാം. ഇത്രയും പറയുകയും പണവ് കൊണ്ട് പ്രണത്തിൽ എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. എറണാകുളത്തെത്തി പണം ഏറ്റുവാങ്ങേണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ ചെന്ന് നികുതി വക പണം ഹാജരാക്കിയിരിക്കുന്നു, ഇത് ഏറ്റുവാങ്ങി രസീത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ നികുതി വക പണമെല്ലാം ഇവിടെ അടച്ചു തീർന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് കാരണവർ കൊടുത്തയച്ച പണം വേറൊരിനമാണ്, അതിനാൽ അത് മടക്കി തരികയും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ പണം ഏറ്റുവാങ്ങി പ്രമാണം തരികയും ചെയ്യണമേ എന്ന് നിർബന്ധിച്ചു. അതിനാൽ ആ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സമ്മതിച്ചു. കാരണവർ കൊടുത്തയച്ച പണം എടുത്തുകൊണ്ടുവന്ന് എണ്ണി ഏൽപ്പിക്കുന്നതിനായി അഴിച്ചു നോക്കിയപ്പോൾ അത് മുഴുവനും ഇരട്ടിപ്പുത്തൻ്റെ വലിപ്പത്തിൽ വൃത്താകാരമായി മുറിച്ച ഓലക്കഷ്ണങ്ങളായിരുന്നു. അതുകണ്ട് എല്ലാവരും വിസ്മയിക്കുകയും നികുതി വക പണം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനുള്ള രസീത് കൊടുത്തയക്കുകയും ചെയ്തു. കുഞ്ചുകർത്താവ് പരദേശത്തിൽ നിന്നും മടങ്ങി വന്നിട്ട് ആദ്യം പ്രയോഗിച്ച വിദ്യ ഇതായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി സർവത്ര പരന്നു. ഒരിക്കൽ തൃപ്പൂണിത്തറയുന്ന ചില കൊച്ചുതമ്പുരാക്കന്മാർ കർത്താവിൻ്റെ ഭവനത്തിൽ എഴുന്നള്ളിക്കുകയും ചില വിദ്യകൾ കണ്ടാൽ കൊള്ളാമെന്ന് കുഞ്ചുകർത്താവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ചുകർത്താവ് 4 തോക്കെടുത്ത് നിറച്ചിട്ട് 4 ഭൃത്യന്മാരെ വിളിച്ച് ഓരോ തോക്ക് വീതം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെയുള്ള കുളത്തിൻ്റെ 4 കരയിലും നിർത്തിയിട്ട് ഞാൻ ഈ കുളത്തിൽ മുങ്ങിയാൽ പൊങ്ങി വരുന്ന സമയം നിങ്ങൾ എന്നെ വെടിവെക്കണമെന്ന് പറഞ്ഞു. ഭൃത്യന്മാർ അരയും തലയും മുറുക്കി വെടിവെക്കുവാനായി സന്നദ്ധരായി കഴിഞ്ഞിരുന്നു. ഇത് കണ്ടപ്പോൾ കർത്താവ് കുളത്തിലിറങ്ങി മധ്യഭാഗത്ത് ചെന്ന് മുങ്ങി. കൊച്ചു തമ്പുരാക്കന്മാരും ഭൃത്യന്മാരും നോക്കിക്കൊണ്ട് നിന്നു. ഏകദേശം 3:45 നാഴിക കഴിഞ്ഞപ്പോൾ കുഞ്ചുകർത്താവിൻ്റെ തല വെള്ളത്തിന് മുകളിൽ കണ്ടു. ഉടനെ ഭൃത്യന്മാർ വെടിവെക്കുകയും കുഞ്ചുകർത്താവിൻ്റെ തല പൊട്ടിച്ചിതറുകയും കുളത്തിലെ വെള്ളം രക്തമായി തീരുകയും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ചുകർത്താവിൻ്റെ മൃതശരീരം വെള്ളത്തിന് മീതെ പൊങ്ങി വരികയും ചെയ്തു. ഇതെല്ലാം കണ്ട് കൊച്ചു തമ്പുരാക്കന്മാർ വല്ലാതെ ഭയപ്പെടുകയും കർത്താവ് ഇങ്ങനെ മരിച്ചതിൻ്റെ കാരണം എന്തായിരിക്കും, കാരണം എന്തായാലും വലിയ കഷ്ടമായിപ്പോയി, കർത്താവിൻ്റെ വിദ്യ കാണുവാൻ വന്നിട്ട് നമുക്ക് മരണം കാണുവാനാണല്ലോ സംഗതിയായത്, കർത്താവ് പറഞ്ഞിട്ടാണെങ്കിലും ഈ ഭൃത്യന്മാർ വെടിവെച്ചത് ന്യായമായില്ല. വെടിവെക്കുന്ന സമയം കർത്താവ് വെള്ളത്തിൽ മുങ്ങിക്കരയുകയും വെടി കൊള്ളുവാനായി ഇടവാകില്ല എന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ വെടിവെക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അഥവാ കർത്താവിന് അബദ്ധം പറ്റിപ്പോയതല്ലോ, വെടി വരുമ്പോഴേക്കും മുങ്ങിക്കളയണമെന്നായിരിക്കും വിദ്വാൻ വിചാരിച്ചിരുന്നത്. വെടിയുണ്ടയുടെ വേഗം കൊണ്ട് അതിനിടെ കിട്ടിയില്ലായിരുന്നു. എങ്ങനെയായാലും കാര്യം വലിയ കഷ്ടമായി. ഇത്രയും മറ്റും അരുളി ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും കുഞ്ചുകർത്താവിൻ്റെ മൃതശരീരം വെള്ളത്തിൽ താണു. ഉടനെ അദ്ദേഹത്തിൻ്റെ മാളികയിൽ ഒരു വീണവായന കേട്ടു തുടങ്ങി. അപ്പോൾ ആ വെടിക്കാരായ ഭൃത്യന്മാർ കൊച്ചു തമ്പുരാക്കന്മാരുടെ അടുക്കൽ ചെന്ന് ഈ കഷ്ടസംഭവം തൃക്കൺ പാർത്തതിനാൽ തിരുമനസ്സിൽ ഉണ്ടായിരിക്കുന്ന അസ്വാസ്ഥ്യം ആ മാളികയിൽ എഴുന്നള്ളി വീണവായനെക്കുറിച്ച് കേട്ടാൽ തീരും എന്നറിയിച്ചു. ഉടനെ കൊച്ചു തമ്പുരാക്കന്മാർ മാളികയിൽ എഴുന്നള്ളി. അപ്പോൾ അവിടെ വീണ വായിച്ചു കൊണ്ടിരുന്നത് കുഞ്ചുകർത്താവായിരുന്നു. കർത്താവിനെ കണ്ടപ്പോൾ ആ തമ്പുരാന്മാർക്കുണ്ടായ സന്തോഷവും വിസ്മയും എത്രമാത്രമായിരുന്നെന്ന് പറയാൻ പ്രയാസമാണ്. അവർ കരുതിക്കൊണ്ടുവന്നിരുന്ന സാമാനങ്ങളെല്ലാം കൊടുത്ത് കർത്താവിനെ അത്യന്തം ബഹുമാനിച്ചതിന് ശേഷം മടങ്ങി എഴുന്നള്ളുകയും ചെയ്തു. ഒരു ദിവസം കുഞ്ചുകർത്താവും ഒരു നമ്പൂരിയും കൂടി ചതുരംഗം വെച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ചില സ്നേഹിതന്മാർ അവിടെ ചെന്ന് ഞങ്ങൾ വഞ്ചി കളിക്കുവാനായി പുറപ്പെട്ടിരിക്കുകയാണ്, യജമാനൻ കൂടെ വരണമെന്ന് പറഞ്ഞു.
ചതുരംഗത്തിലുള്ള രസം കൊണ്ട് കർത്താവ്, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി വഞ്ചി കളിക്കുവിൻ, ഞങ്ങൾ ചതുരംഗം കളിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട ആ സ്നേഹിതന്മാർ സമ്മതിക്കാതെ വീണ്ടും നിർബന്ധിക്കുകയാൽ കർത്താവ് നമ്പൂരിയോട്, ഞാൻ പോയി ക്ഷണത്തിൽ മടങ്ങി വന്നേക്കാം, അവിടുന്ന് ഇവിടെ തന്നെ ഇരിക്കണം, പോയി കളയരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് കൂടെ പോയി. ഉടനെ എല്ലാവരും കൂടി ചെന്ന് തോണിയിൽ കയറി കളി തുടങ്ങി. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ തോണിയുടെ കൊമ്പത്തിരുന്ന കർത്താവ് എങ്ങനെയോ തെറിച്ച് വെള്ളത്തിൽ വീഴുകയും ഉടനെ താണുപോവുകയും ചെയ്തു. വഞ്ചിയിലുണ്ടായിരുന്ന കൂട്ടുകാർക്കും പരിഭ്രമവുമായി. ചിലർ വെള്ളത്തിൽ ചാടി മുങ്ങിത്തപ്പി നോക്കി. കർത്താവിൻ്റെ മൃതശരീരം പോലും എങ്ങും കണ്ടില്ല. പിന്നെ വലക്കാരെ വരുത്തി വല വീശി നോക്കി, എന്നിട്ടും കണ്ടില്ല. കർത്താവിൻ്റെ ശവം പോലും കണ്ടുകിട്ടുന്ന കാര്യം കൂടി അസാധ്യമാണെന്ന് തീർച്ചയാവുകയാൽ അവരെല്ലാവരും ഏറ്റവും വിഷാദത്തോടുകൂടി കളി മതിയാക്കി കരയ്ക്ക് കയറി. ഈ വർത്തമാനം കർത്താവിൻ്റെ ഗ്രഹത്തിൽ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു. അവർ അവിടെ ചെന്നപ്പോൾ കർത്താവും നമ്പൂരിയും കൂടി അങ്ങോട്ട് യഥാപൂർവം ചതുരംഗം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. യജമാനൻ ഞങ്ങളെ ഇങ്ങനെ വ്യസനിപ്പിച്ചത് വലിയ കഷ്ടമായി പോയി എന്നവർ പറഞ്ഞപ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ ചതുരംഗ യോധന മൂർദ്ധത്തിക്കുവാൻ ശ്രമിച്ചത് കഷ്ടമായി പോയി എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ കുഞ്ചു കർത്താവിൻ്റെ അത്ഭുത കർമ്മങ്ങളെക്കുറിച്ച് പരദേശത്ത് കേൾക്കുകയാൽ അവിടെ നിന്ന് കെങ്കേമനായ ഒരു ഇന്ദ്രജാലക്കാരൻ ഇദ്ദേഹത്തെ പരീക്ഷിക്കുവാനായി ഇങ്ങോട്ട് പുറപ്പെട്ടു. അയാൾ എറണാകുളത്തെത്തി അടുത്ത ദിവസം കായലിൽ വെച്ച് ഒരു കളി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നതായി ഒരു പരസ്യം പ്രസിദ്ധപ്പെടുത്തി. നിശ്ചിത സമയമായപ്പോഴേക്കും എറണാകുളത്തുള്ള കായൽക്കാരിൽ അസംഖ്യം ആളുകൾ കൂടി. കൊച്ചി വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും പരിവാര സമേതം അവിടെ എഴുന്നള്ളി. അക്കൂട്ടത്തിൽ കുഞ്ചു കർത്താവും ഉണ്ടായിരുന്നു. ആ പരദേശി വന്നിരിക്കുന്നത് കുഞ്ചു കർത്താവിനെ പരീക്ഷിക്കുവാനാണെന്ന് ആർക്കും അറിയുവാൻ പാടില്ലായിരുന്നു. അയാൾ ആ പരമാർത്ഥം ആരോടും പറഞ്ഞില്ല. എങ്കിലും കുഞ്ചു കർത്താവ് ഈ വാസ്തവം മോഹിക്കാതിരുന്നില്ല. സമയമായപ്പോൾ ആ ഐന്ദ്രജാലികൻ ചില സാമാനങ്ങൾ കെട്ടിയെടുത്തുകൊണ്ട് ഒരു മെതിയടിയിൽ കയറി വെള്ളത്തിൻ്റെ മീതെ നടന്ന് കായലിലേക്ക് പോയി. കരയിൽ നിന്ന് ഏകദേശം 100 അടി അകലെ ചെന്ന് അവിടെ വെള്ളത്തിന് മീതെ ഒരു കരിമ്പടം വിരിച്ച് അതിൽ പേനാകൃത്തികൾ, പേനയും പെൻസിലും, പിച്ചാത്തി പിഞ്ഞാണും, ചീനത്തു ഷൂയി മുണ്ടനും, ചരണം തീപ്പെട്ടി കാൽപ്പെട്ടിയും മറ്റും നിരത്തി വെച്ച് ഓടിവരുവിൻ സമ്മാനം മെച്ചം വിലയോ തുച്ഛം എന്നും മറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കുഞ്ചു കർത്താവിന് വായുസ്തംഭം, ജലസ്തംഭം മുതലായവ അറിയാമെങ്കിൽ വെള്ളത്തിൻ്റെ മീതെ നടന്നു ചെല്ലും. അങ്ങനെ ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ആവക വിദ്യകൾ അറിഞ്ഞുകൂടെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ആ പരദേശി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ സാഹങ്കാരം ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കുഞ്ചു കർത്താവിനെ അടുക്കൽ വിളിച്ച്, എന്താ അവിടെ ചെന്നത് വല്ലതും വാങ്ങിക്കൊണ്ടുവരുവാൻ വയ്യേ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. കൽപ്പനയുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കാമെന്ന് കർത്താവ് മറുപടി അറിയിച്ചപ്പോൾ, ആട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് വീണ്ടും കൽപ്പിച്ചു. ഉടനെ കുഞ്ചു കർത്താവ് ഒരു വലിയ വെള്ളക്കുതിരയുടെ പുറത്ത് കയറി വെള്ളത്തിന് മീതെ ഓടിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും കരിമ്പടവും കച്ചവട സാമാനങ്ങളും കച്ചവടക്കാരനും എല്ലാം വെള്ളത്തിൽ താണുകഴിഞ്ഞു. കായലിൽ കിടന്ന് മുങ്ങിയും പൊങ്ങിയും വെള്ളം കുടിച്ചും ഭരിക്കുവാൻ തുടങ്ങിയ ആ പരദേശികനെ കുഞ്ചു കർത്താവ് പിടിച്ചു വലിച്ച് തൻ്റെ കുതിരയുടെ പുറത്ത് കയറ്റി ഇരുത്തിക്കൊണ്ട് കുതിരയെ തിരിയെ ഓടിച്ച് കരക്കെത്തിയിട്ട് ആ പരദേശിയോട്, എന്താ പരീക്ഷ ഒട്ട് മതിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പരദേശി തൊഴുതുകൊണ്ട്, അബദ്ധം പിണഞ്ഞുപോയി, ക്ഷമിക്കണം, എൻ്റെ പ്രാണരക്ഷ ചെയ്തതിനായി പ്രത്യേകം വന്ദനം പറഞ്ഞുകൊള്ളുന്നു. ഇനി എൻ്റെ ജീവനുള്ളപ്പോൾ ഞാൻ യജമാനനെ പരീക്ഷിക്കുവാൻ പുറപ്പെടുകയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. ലജ്ജാവന മുഖനായി അവിടെ നിന്ന് മടങ്ങി പരദേശിക്കത്തേക്ക് തന്നെ പോയി. ഒരു വേനൽക്കാലത്ത് വഴിപോക്കരെയും മറ്റുള്ള അനവധി ആളുകൾ കർത്താവിൻ്റെ മാളികയിൽ വന്നുകൂടി. അവർ വെയിലുകൊണ്ട് പരവശന്മാരായിട്ടാണ് അവിടെ വന്നത്. ദാഹം കലശായിട്ടുണ്ടായിരുന്നതിനാൽ കുടിക്കാൻ വെള്ളം വേണമെന്ന് അവർ കുഞ്ചു കർത്താവിനോട് പറഞ്ഞു. എന്തു വെള്ളമാണ് വേണ്ടതെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ, കരിക്കായൽ കൊള്ളാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യം പോലെ എന്തു വെള്ളമായാലും വിരോധമില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ കർത്താവ്, കരിക്ക് തന്നെ ആവാം, ഇവിടെ സൗകര്യക്കുറവൊന്നുമില്ല, പക്ഷേ തെങ്ങിന്മേൽ കയറാൻ ഇപ്പോൾ ഇവിടെ ആരില്ല എന്നൊരു തരക്കേട് മാത്രമേ ഉള്ളൂ. ബാല്യക്കാരെയൊക്കെ ഓരോ കാര്യങ്ങൾക്കായി ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. തെങ്ങിന്മേൽ കയറുവാൻ എനിക്കും അറിയാം, നല്ല പരിചയമില്ല എന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് കർത്താവ് തന്നെ ചെന്ന് ഒരു തെങ്ങിന്മേൽ കയറി അതിൽ നിന്ന് ഒരു കരിക്ക് പറിച്ച് താഴെയിട്ടതിന് ശേഷം ആ തെങ്ങിന്മേൽ നിന്നും മറ്റൊരു തെങ്ങിന്മേലേക്ക് ചാടി. അതിന്മേൽ നിന്നും ഒരു കരിക്ക് പറിച്ചിട്ട് പിന്നൊരു തെങ്ങിന്മേലേക്ക് ചാടി. അങ്ങനെ ഓരോ കരിക്ക് വീതം പറിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കുരങ്ങനെ പോലെ അവിടെ ഉണ്ടായിരുന്ന തെങ്ങിന്മേലൊക്കെ ചാടി നടന്നു. അവിടെ കൂടിയിരുന്നവർ ഇത് കണ്ട് അത്യന്തം വിസ്മയിച്ചു. എങ്കിലും ഒടുക്കം ചാട്ടം പിഴച്ചു. കർത്താവ് നിലത്തു വീണു.
അത് കണ്ട് പരിഭ്രമിച്ച് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ലായിരുന്നു. അത്യന്തം വിവശനായിരിക്കുന്നത് കണ്ട അദ്ദേഹം അപ്പോൾ തന്നെ മരിച്ചു പോകുമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. കർത്താവിൻ്റെ അവശത കണ്ടപ്പോൾ വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ച കാര്യം എല്ലാവരും മറന്നു. അവർ ഏറ്റവും വിഷണ്ണന്മാരായി തീർന്നു. അവരെല്ലാവരും ഇത് കർത്താവീത മൂഢരായിട്ട് അങ്ങനെ നിന്നപ്പോൾ കർത്താവ് വായു തുറന്ന് കാണിച്ചു. അത് കണ്ടിട്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വായ പൊടി കളിച്ച് കാണിച്ചത്. ആരെങ്കിലും ചെന്ന് ഒരു കരിക്ക് ക്ഷണത്തിൽ ചെത്തിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഉടനെ ചിലർ കരിക്ക് ചെത്തിക്കൊണ്ടുവരുവാനായി ഓടിപ്പോയി. അപ്പോൾ ഒരു ചെത്തിയ കരിക്കും കൊണ്ട് കുഞ്ചു കർത്താവ് അവിടെ വന്നു. തെങ്ങിൽ നിന്ന് വീണ് അവശനായി കിടന്നിരുന്ന കുഞ്ചു കർത്താവ് തൽക്ഷണം അദൃശ്യനായി തീരുകയും ചെയ്തു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കുണ്ടായ വിസ്മയം വാചമോചരം എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. കർത്താവ് തെങ്ങിന്മേലെല്ലാം ചാടി നടന്ന് ഹനുമാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നും താഴെ വീണ് മരിക്കുവാൻ തുടങ്ങിയതായി കാണിച്ചത് ഇന്ദ്രജാല വിദ്യ കൊണ്ടുമായിരുന്നു എന്നുള്ളത് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. കർത്താവ് തെങ്ങിന്മേൽ ചാടി നടക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്കുണ്ടായ വിസ്മയം അവശനായി കിടന്നിരുന്ന അദ്ദേഹത്തെ സ്വസ്ഥ ശരീരനാക്കിയപ്പോൾ ശതഗുണീഭവിച്ചു. കരിക്ക് ചെത്തിക്കുടിച്ച് ദാഹം തീർത്തതിന് ശേഷം വീണ്ടും എല്ലാവരും മാളികയിൽ കൂടി. അപ്പോൾ കുഞ്ചു കർത്താവ് വെള്ളം കൂടി കഴിഞ്ഞുവല്ലോ, ഇനിയൊന്ന് മുറുക്കാൻ കൊള്ളാമെന്നുണ്ടായിരിക്കും ഇല്ലേ? ആവശ്യമുള്ളവർക്ക് മുറുക്കാമെന്ന് പറഞ്ഞ് മുറുക്ക് പെട്ടി തുറന്നു വെച്ചു. അതിൽ മുറുക്കുവാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ ഈ പെട്ടിയിൽ മുറുക്കുവാനുള്ളതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് ഒന്നുമില്ലെങ്കിൽ എല്ലാം ഇപ്പോൾ വരുത്താമല്ലോ എന്ന് പറഞ്ഞ് അത് കേട്ട ആ ജനക്കൂട്ടത്തിൽ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല, ഇവിടെയുള്ളപ്പോൾ ബാല്യക്കാരും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് മുറുക്ക് സാമാനങ്ങൾ വാങ്ങുവാനും യജമാനൻ തന്നെ പോകണമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. നിങ്ങളതൊക്കെ എന്തിനറിയുന്നു? നിങ്ങൾ വേണമെങ്കിൽ മുറുക്കിക്കൊള്ളണം. അപ്പം തിന്നുന്നവൻ കുഴിയെണ്ണുന്നത് എന്തിനാണ് എന്ന് കർത്താവ് പറഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ എന്തോ മുറുക്കുവാനുള്ള സാധനങ്ങളെല്ലാം പെട്ടിയിൽ നിറഞ്ഞു കഴിഞ്ഞു. ഒന്നാന്തരം വെറ്റില, അടയ്ക്ക, പുകയില, നൂറ്, ഏലത്തിരി, ഗ്രാമ്പുപൂവ്, വാൽമുളക്, ജാതിക്ക, ജാതിപത്രി മുതലായവയെല്ലാം കണ്ട് ആ ജനങ്ങൾ പൂർവാധികം വിസ്മയിക്കുകയും ആവശ്യമുള്ളവരൊക്കെ മുറുക്കിയതിനു ശേഷം എല്ലാവരും കർത്താവിനെ വന്ദിച്ച് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. വിശേഷിച്ച് വല്ല വിവരമുള്ളപ്പോൾ ഒരു സാധനവും കുഞ്ചു കർത്താവ് ബാല്യക്കാരെയും മറ്റും പറഞ്ഞയച്ച് വരുത്തുക പതിവില്ല. ആവശ്യമുള്ളതെല്ലാം താനെ അവിടെ വന്നുകൊള്ളും. അങ്ങനെയാണ് പതിവ്. ഈ സാമാനങ്ങളെല്ലാം ആവശ്യം പോലെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കുഞ്ചു കർത്താവ് സേവിച്ച് പ്രത്യക്ഷമാക്കിയിട്ടുള്ള കുട്ടിച്ചാത്തന്മാരാണെന്നുള്ളത് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. കുഞ്ചു കർത്താവിൻ്റെ അത്ഭുത കർമ്മങ്ങൾ ഇങ്ങനെ ഇനിയും വളരെ പറയുവാനുണ്ട്. അവ മിക്കവാറും കൈപ്പുഴ തമ്പാന്റെ വിദ്യകളെ അനുകരിക്കുന്നവയാണെങ്കിൽ ലേഖദൈർഘ്യത്തെ ഭയപ്പെട്ടും ഇനി അധികം വിസ്തരിക്കുന്നില്ല. ദേവാസുര യുദ്ധത്തിൽ സഹായിക്കുന്നതിന് ചെല്ലുവാനായിട്ട് ക്ഷണക്കത്ത് നൂലിന്മേൽ കെട്ടി ആകാശമാർഗത്തിങ്കിൽ നിന്ന ദേവേന്ദ്രൻ കൈപ്പുഴ തമ്പാന്റെ പേർക്കായിക്കുള്ളതുപോലെ കുഞ്ചു കർത്താവിൻ്റെ പേർക്കും അയക്കാറുണ്ട്. തമ്പാനെ പോലെ കർത്താവ് നൂലിന്മേൽ പിടിച്ച് തന്നെ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും മറ്റും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. തമ്പാൻ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ വെച്ചാണെന്നും കർത്താവ് കൊച്ചി വലിയ തമ്പുരാൻ്റെ തിരുമുമ്പിൽ വെച്ചാണെന്നും മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടുപേർ കാണിച്ചതാണെങ്കിലും ഒരേപോലെയുള്ള രണ്ട് സംഗതികൾ പ്രത്യേകം വിവരിക്കുന്നത് അനാവശ്യമാണല്ലോ. കുഞ്ചു കർത്താവ് വൈദ്യം വകയായും മന്ത്രവാദം വകയായും ഇന്ദ്രജാലം വകയായും അസ്ത്രശസ്ത്ര പ്രയോഗങ്ങൾ സംബന്ധിച്ചുള്ളവയായും സേവാമാർഗങ്ങൾ വിവരിക്കുന്നവയായും മറ്റും അനേകം ഗ്രന്ഥങ്ങൾ പരദേശത്തിൽ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന് സ്വഗൃഹത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അദ്ദേഹം അവിടെ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അനന്തരവന്മാർ ചിലർ ആ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി സ്വകാര്യമായി ചില വിദ്യകൾ പഠിച്ചു തുടങ്ങി. കുറച്ചു കാലത്തേക്ക് കുഞ്ചു കർത്താവ് അനന്തരവന്മാരുടെ ഈ കളവ് അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് അറിയുന്നതിന് ചില കാരണങ്ങളും ഉണ്ടായി. ചേർനല്ലൂർ കർത്താവിൻ്റെ ഗ്രഹമിരിക്കുന്ന പുരയിടത്തിന് കിഴക്കും വശം കുമ്പളം, വെള്ളരി, മത്ത മുതലായവ കൃഷി ചെയ്യുന്നതിന് കൊള്ളാവുന്ന സ്ഥലമാണ്. അവിടെ ആണ്ടുതോറും പതിവായി മേപ്പറഞ്ഞ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. കുഞ്ചു കർത്താവ് അവിടെയുള്ളപ്പോൾ അദ്ദേഹം കാലത്തെ എഴുന്നേറ്റ് അവിടെ ചെന്ന് നോക്കി കുമ്പളം, മത്ത മുതലായവരുടെ ബലപുഷ്ടി കണ്ട് ആനന്ദിക്കുക പതിവായിരുന്നു. ആ പതിവനുസരിച്ച് അദ്ദേഹം ഒരു ദിവസം കാലത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരു കുമ്പളങ്ങിയിന്മേൽ രൂപാവട്ടത്തിൽ മറുപുറം തുളഞ്ഞതായ ഒരു ദ്വാരം കണ്ടു. ഇതെന്തെന്ന് സംശയിച്ചു പരിശോധിച്ചപ്പോൾ എല്ലാത്തിന്മേലും അങ്ങനെ ഓരോ ദ്വാരം വീതം കാണുകയാൽ അനന്തരവരെ വിളിച്ച് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരനന്തരവൻ ഞാൻ അസ്ത്രശാസ്ത്ര ഗ്രന്ഥമെടുത്ത് നോക്കിയപ്പോൾ ഒരു പ്രയോഗം കണ്ടു. ആ വിദ്യ ഫലിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കുവാനായി തെങ്ങിൻ്റെ ഈർക്കിൽ കൊണ്ട് ഒരു അസ്ത്രമുണ്ടാക്കി പ്രയോഗിച്ചതാണ്. ഞാൻ ഒന്നിന്മേൽ മാത്രമേ ഇത് നോക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കുഞ്ചു കർത്താവ് ഗുരുപദേശം കൂടാതെ ഗ്രന്ഥത്തിൽ കാണുന്ന പ്രയോഗിച്ചു തുടങ്ങിയാൽ അനർത്ഥങ്ങൾ ഉണ്ടായേക്കും, അതിനാൽ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രം മറുപടി പറഞ്ഞു. വേറൊരു അനന്തരവൻ സേവാക്രമ ഗ്രന്ഥമെടുത്ത് നോക്കി ചില മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് ഹനുമാനെ സേവ തുടങ്ങി. ഒടുക്കം അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു.
അതുകൂടെ ആയപ്പോൾ കുഞ്ചു കർത്താവ് ഈ ഗ്രന്ഥങ്ങൾ ഇവിടെ വെച്ചിരുന്നതിനാൽ ഇനി നിങ്ങൾ ഇതിനേക്കാൾ വലിയ അനർത്ഥങ്ങളും ഉണ്ടായേക്കുമെന്ന് പറഞ്ഞിട്ട് അവയെല്ലാം എടുത്ത് ചുട്ടു നശിപ്പിച്ചുക. ആ ഭ്രാന്ത് പിടിച്ച ആളുടെ ഭാര്യയെ പിടിച്ച് ചിറ്റൂർ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ആൽത്തറക്കിൽ കൂടിയിരുത്തുകയും ചെയ്തു. ചേർനല്ലൂർ കർത്താവിന്റെ വകയായി ചിറ്റൂർ എന്ന ദേശത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഗുരുവായൂരപ്പനെ തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചേർനല്ലൂർ കർത്താവുണ്ടായിട്ട് ശ്രേയസ്സുകൾക്കൊക്കെ പ്രധാന കാരണം ആ സ്വാമിയാണ്. കുഞ്ചു കർത്താവ് ആ ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം അതിനിഷ്ഠയോടുകൂടി സംവത്സര ഭജനം നടത്തിയിട്ടുണ്ട്. 3ാമത്തെ സൽവത്സര ഭജനം കഴിഞ്ഞതിൽ പിന്നെയാണ് അദ്ദേഹത്തിന്റെ കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചത്. ഇനി ആ ക്ഷേത്രമുണ്ടായത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞിട്ട് ഈ ഉപന്യാസം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇളമുറക്കാരനായിരുന്ന ഒരു ചേരാനല്ലൂർ കർത്താവ് ഗുരുവായൂർ ചെന്ന് ഭക്തിപൂർവ്വം സ്വാമിയെ ഭജിച്ച് താമസിച്ചിരുന്നു. അങ്ങനെ 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ കാരണവർ മരിച്ചു പോകിയാൽ ഈ കർത്താവിന് തറവാട്ടിൽ മൂപ്പായി. തറവാട്ടിൽ മൂത്തയാൾ നടത്തേണ്ടതായ അനേകം കാര്യങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം തറവാട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപിരിയുന്ന കാര്യം ഏറ്റവും വ്യസനകരമായി തീർന്നു. തറവാട്ടിൽ വന്ന് താമസിക്കാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ലാതെയും വന്നു. അതിനാൽ അദ്ദേഹം വല്ലാതെ വിഷണ്ണനായി ഭവിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് തന്നെ ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണമെന്ന് വിചാരിച്ച് ആ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ കർത്താവിനൊരു സ്വപ്നമുണ്ടായി. നീ ഒട്ടും വ്യസനിക്കേണ്ട, നാളെ തന്നെ സ്വഗൃഹത്തിലേക്ക് പോയിക്കൊള്ളുക. ഞാൻ അവിടെ വന്നുകൊള്ളാം. അവിടെ ഒരു നല്ല സ്ഥലം നോക്കി ക്ഷേത്രം പണിയിക്കുകയും സമൂഹത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യണം. എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. പ്രതിഷ്ഠയ്ക്ക് സമയമാകുമ്പോൾ അവിടെ വരുന്ന തന്ത്രിയെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിക്കണം. മുൻകൂട്ടി ആരോടും പറയണമെന്നില്ല എന്നൊരാൾ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് കർത്താവ് സ്വപ്നം കാണുന്നത് പോലെ തോന്നി. ഇത് ഗുരുവായൂരപ്പൻ അരുളി ചെയ്തത് തന്നെയാണെന്ന് വിശ്വസിച്ച് കർത്താവ് പിറ്റേ ദിവസം തന്നെ സ്വദേശത്തേക്ക് പോന്നു. കർത്താവ് സ്വഗൃഹത്തിലെത്തി താമസം തുടങ്ങിയിട്ട് അധികം താമസിയാതെ തന്നെ സ്ഥലം നോക്കി നിശ്ചയിച്ച് ക്ഷേത്രപ്പണി നടത്തുകയും പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹമുണ്ടാക്കി വെക്കുകയും മുഹൂർത്തം നോക്കി വെച്ച് നിശ്ചയിക്കുകയും പ്രതിഷ്ഠയ്ക്ക് വേണ്ടുവന്ന ഉപകരണങ്ങൾ ശേഖരിക്കുകയും ചെയ്തത് തന്ത്രി വരുവാനായി കാത്തുനിന്നു. അക്കാലത്ത് ചെന്നാസു നമ്പൂരിപ്പാട്ടിലേക്കും ഒരു സ്വപ്നമുണ്ടായി. ചേർനല്ലൂർ കർത്താവ് ചിറ്റൂർ ദേശത്തൊരു ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠയ്ക്കെല്ലാം വട്ടം കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. മുഹൂർത്തം ഇന്നിപ്പോഴാണ്. അതിന് തക്കവണ്ണം അവിടെ ചെന്ന് പ്രതിഷ്ഠ നടത്തണമെന്നായിരുന്നു സ്വപ്നം. അതനുസരിച്ച് നമ്പൂരിപ്പാട് അവിടെ എത്തുകയും നിശ്ചിത മുഹൂർത്തത്തിൽ ചെന്ന് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കർത്താവ് തന്ത്രിക്ക് ദക്ഷിണ ചെയ്തത് ഒരു പൊൻകിണ്ണം നിറയെ വിൽക്കാശായിരുന്നു. കിണ്ണം നിറയെ വിൽക്കാശ് കൊണ്ടുചെന്ന തന്ത്രിമാരുടെ മുന്നിൽ ചെടിഞ്ഞിട്ട് കിണ്ണം തിരികെ കൊണ്ടുപോന്നു. തന്ത്രി കർത്താവിനോട് എല്ലാം വളരെ ഭംഗിയായി ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം എന്നും വേണ്ടതുപോലെ ഉണ്ടായിരിക്കുമെന്ന് സന്തോഷസമേതം പറഞ്ഞനുഗ്രഹിച്ചു. അപ്പോൾ കർത്താവ്, ഈ ക്ഷേത്രം കാലക്രമേണ ഗുരുവായൂർ ക്ഷേത്രത്തെ അതിശയിക്കും ഇല്ലേ എന്ന് ചോദിച്ചു. അതില്ല, അതിലൊരുപടി താഴെയായിരിക്കുകയുള്ളൂ എന്ന് തന്ത്രി പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ തന്ത്രി, ആ പൊൻകുണ്ണത്തോടു കൂടി തന്നെ ദക്ഷിണ ചെയ്തിരുന്നുവെങ്കിൽ കർത്താവ് വിചാരിച്ചതുപോലെ തന്നെ ആകുമായിരുന്നു. അങ്ങനെ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. കർത്താവ് ആ പൊൻകുണ്ണം കൂടി എടുത്തുകൊണ്ട് ചെന്ന് കൊടുത്തു. തന്ത്രി അത് സ്വീകരിച്ചില്ല. എനിക്ക് മനസ്സോടുകൂടി തന്നത് മതി, അതിലധികം ആവശ്യമില്ല എന്ന് പറഞ്ഞു. തന്ത്രി നമ്പൂരിപ്പാട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇപ്രകാരമാണ് ആ ക്ഷേത്രത്തിന്റെ ഉത്ഭവം. ഇവിടുത്തെ ദേവനെ ചേർനല്ലൂർ കർത്താക്കന്മാർ അവരുടെ കുലപര ദേവതയായി ഇപ്പോഴും ആചരിച്ചു വരാറുണ്ട്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 52 സമാപിച്ചിരിക്കുന്നു. അടുത്തത് 53 കൊട്ടാരക്കര ഗോശാല തുടരും.